രാജസ്ഥാനിലെ പിപ്പലാന്ത്രി എന്ന കൊച്ചു ഗ്രാമത്തിൽ പെൺകുഞ്ഞുങ്ങൾ പിറക്കുമ്പോൾ പിപ്പലാന്ത്രിക്ക് അത് ആഘോഷമാണ്. കുഞ്ഞിൻ്റെ അച്ഛനമ്മമാർ മാത്രമല്ല, അവിടുത്തെ മണ്ണും വിണ്ണും പൂക്കളും പുഴകളും കിളികളുമെല്ലാം ആ ആഹ്ലാദത്തിൽ പങ്കുചേരും. അതിനു കാരണമുണ്ട്. ഒരു പെൺകുഞ്ഞു പിറന്നാൽ 111 മരങ്ങൾ നടണം. അതാണ് രാജസ്ഥാനിലെ പിപ്പലാന്ത്രി ഗ്രാമത്തിൻ്റെ നിയമം. 6 വർഷം മുമ്പ് ഗ്രാമവാസികൾ ഒത്തുചേർന്ന് ഉണ്ടാക്കിയതാണ് ഇങ്ങനെയൊരു ചിട്ട. അതിനുശേഷം ഒരുപാട് പെൺകുഞ്ഞുങ്ങൾ പിറന്നു. അവരുടെ കൂടപ്പിറപ്പുകളായി 2.5 ലക്ഷത്തിലേറെ മരങ്ങളും. ഔഷധ വൃക്ഷങ്ങളും ഫലവൃക്ഷങ്ങളുമാണ് നടുന്നത്. ഇവ വെട്ടാൻ പാടില്ല. മാവ്, നെല്ലി, ആര്യവേപ്പ് തുടങ്ങിയ വൃക്ഷങ്ങളാണ് അവിടെ നട്ടുവളർത്തുക. ഇവയിൽ നിന്നും വരുമാനം ലഭിക്കുന്നത് കൂടാതെ വൃക്ഷങ്ങൾക്കിടയിൽ നട്ടുവളർത്തുന്ന കറ്റാർ വാഴ മറ്റൊരു വരുമാന സ്രോതസ്സുമാകുന്നു. ഗ്രാമത്തലവനായ ശ്യാം സുന്ദർ പലിവാലിൻ്റെ മനസ്സിൽ മുളപൊട്ടിയ ആശയമാണിത്. പലിവാലിൻ്റെ മകൾ കിരൺ ചെറിയ പ്രായത്തിൽ തന്നെ മരിച്ചിരുന്നു. അവളുടെ ഓർമ്മ നിലനിർത്താൻ കിരൺ നിധി യോജന എന്നു തന്നെ മരനടൽ പദ്ധതിക്ക് പേരിട്ടു. പെൺകുഞ്ഞു പിറന്നാൽ ആ വീട്ടിലേക്ക് 111 വൃക്ഷത്തൈകൾ എത്തിക്കും. ഇതുമാത്രമല്ല ഗ്രാമഭരണകൂടം ചെയ്യുക. ഈ പദ്ധതി പ്രകാരം ഗ്രാമത്തിൽ ഓരോ പെൺകുഞ്ഞ് ജനിക്കുമ്പോഴും ഗ്രാമവാസികൾ അവൾക്കായി 21,000 രൂപ ശേഖരിച്ച് കുഞ്ഞിൻ്റെ പിതാവിന് നൽകണം. അതിനൊപ്പം 10,000 രൂപ കൂടി ചേർത്ത് 31,000 രൂപ പിതാവ് കുഞ്ഞിൻ്റെ പേരിൽ 20 വർഷത്തേക്ക് ബാങ്കിൽ സ്ഥിര നിക്ഷേപമായി നിക്ഷേപിക്കണം. ഒപ്പം 20 വയസ്സിന് മുൻപ് കുട്ടിയെ വിവാഹം കഴിപ്പിച്ചയക്കില്ലെന്നും അവൾക്ക് ആവശ്യമായ വിദ്യാഭ്യാസം നൽകുകയും ചെയ്യുമെന്ന് ഒരു സമ്മതപത്രം എഴുതി പിതാവ് നൽകുകയും ചെയ്യണം. കേവലം ഒരു ഗ്രാമത്തലവന് ഒരു നാടിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റിമറിക്കാൻ കഴിഞ്ഞു. പെൺകുഞ്ഞുങ്ങളെ ശാപമായി കരുതുന്ന ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ നിന്ന് വേറിട്ട് പിപ്പലാന്ത്രി ഓരോ പെൺകുഞ്ഞിൻ്റെയും ജനനം ആഘോഷമാക്കി മാറ്റുന്നു. പെണ്ണും പ്രകൃതിയും ഒന്നു തന്നെയാണെന്ന് പിപ്പലാന്ത്രി നമ്മോട് വിളിച്ചു പറയുന്നു.